അവർ ഭാഷ അടിച്ചേൽപ്പിക്കലിനെ പറ്റി സംസാരിക്കുന്നു. ഭക്ഷണം അടിച്ചേൽപ്പിക്കലിനെ കുറിച്ച് എന്ത് പറയുന്നു? ദക്ഷിണേന്ത്യൻ വന്ദേ ഭാരത് ട്രെയിനുകളിൽ വിളമ്പുന്ന സാധാരണ ലഘുഭക്ഷണങ്ങളാണിത്. ഇതാണ് ബംഗളൂരു കോയമ്പത്തൂർ വന്ദേ ഭാരത് ട്രെയിനിൽ നിന്നുള്ള ലഘുഭക്ഷണത്തിന്റെ ചിത്രം പങ്കുവച്ച് എഴുത്തുകാരൻ NS മാധവൻ എക്സിൽ കുറിച്ചത്. പിന്നാലെ കുറിപ്പിന് താഴെ അനുകൂലിച്ചും എതിർത്തുമുള്ള കമന്റുകളുമായി ചർച്ച സജീവമായി. ഉത്തരേന്ത്യൻ വിഭവങ്ങളായ ചിക്കി, ചിവ്ഡ, സമോസ തുടങ്ങിയവയാണ് ചിത്രത്തിലുള്ളത്. NS മാധവൻ ചൂണ്ടിക്കാട്ടിയ കാര്യം കൗതുകകരമാണെന്നും കേന്ദ്ര സർക്കാരോ റെയിൽവേയോ ഇക്കാര്യം ഒരിക്കലും ശ്രദ്ധിച്ചില്ലെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു. ഈ കാറ്ററിംഗ് കമ്പനികൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ അറിയില്ലെന്നും ഏറ്റവും മോശം ഭക്ഷണം കഴിക്കാൻ റെയിൽവേയിലേക്ക് ചെല്ലൂ എന്നുമാണ് അഭിപ്രായങ്ങൾ. ഒരു പ്രത്യേക മേഖലയിൽ സർവീസ് നടത്തുമ്പോൾ അവിടുത്തെ ഭക്ഷണ താല്പര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ടെന്നാണ് ഒരു കമന്റ്. രുചിവൈവിധ്യങ്ങളൊക്കെ നല്ലതാണ്, പക്ഷേ കൂടുതൽ പേരും പരിചയമുള്ള ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. വന്ദേ ഭാരത് സർവീസ് നടത്തുന്ന തെലുങ്ക് സംസ്ഥാനങ്ങളിലെ എല്ലാ കാറ്ററിംഗ് സർവീസുകളും വടക്കേ ഇന്ത്യയിൽ നിന്നാണെന്ന് മറ്റൊരാൾ കുറിച്ചു. എതിരഭിപ്രായങ്ങളും രൂക്ഷമായ കമന്റുകളും കുറവല്ല. ഞങ്ങൾക്ക് കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇഡ്ഡലി കിട്ടുന്നുണ്ട്, ആരും ഭക്ഷണം അടിച്ചേൽപ്പിക്കലിനെ പറ്റി പരാതി പറയുന്നില്ല എന്നാണ് കമന്റുകളിലൊന്ന്. ചില ഭക്ഷണങ്ങളോടുള്ള താല്പര്യങ്ങളും വെറുപ്പുകളുമൊക്കെ കമന്റുകളിൽ കാണാം. ദീർഘദൂര ട്രെയിനുകളിലെ ചില പ്രത്യേക ഭക്ഷണ രീതികൾ സംബന്ധിച്ച് നേരത്തെ തന്നെ വിമർശനങ്ങളുണ്ട്. അതേസമയം വന്ദേ ഭാരത് പോലെ നിശ്ചിത മേഖലകളിൽ സ്ഥിരമായ സർവീസ് നടത്തുന്ന ട്രെയിനുകളിൽ പ്രാദേശിക ഭക്ഷണ രീതികൾ പരിഗണിക്കണമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.